കാസർഗോഡ് കാഞ്ഞങ്ങാട് UBMC സ്കൂളിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. വിദ്യാർത്ഥികൾ ക്ലാസ്സിലായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. പേടിപ്പെടുത്തുന്നൊരു ദൃശ്യമാണത്. വലിയ മതിലാണ്, 2-3 ആൾ പൊക്കത്തിലുള്ള വലിയ ചുറ്റുമതിലാണ് ഈ രീതിയിൽ ഇടിഞ്ഞു വീണത്. എന്തായാലും സ്കൂളിൽ ക്ലാസ് നടക്കുന്ന സമയമാണ്, പക്ഷേ കുട്ടികളെല്ലാം ക്ലാസ്സിനകത്തായതുകൊണ്ടാണ് വലിയ ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവായതെന്ന് പറയാം. ഒരു പ്രതികരണം കൂടി അവിടെ നിന്ന് ലഭിക്കുന്നു, അതിലേക്ക്. പരാതി കൊടുത്തിരുന്നു. ആ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രാവശ്യം ഈ രീതിയിൽ ഇവിടെ ഇത് കെട്ടിയത്. ആ കെട്ടിപ്പോൾ നിന്നിട്ടില്ല. അത് തൊട്ട് മുകളിലുള്ള UB സ്കൂളിൻ്റെ അടുക്കള ഭാഗം മുഴുവൻ താഴോട്ട് ഇടിഞ്ഞു വീഴുന്ന രീതിയിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ ആ പള്ളിയുടെ ബേക്കിലുള്ള കോൺക്രീറ്റ് വാൾവും ഏത് നിമിഷവും പൊട്ടി വീഴാൻ തക്ക രീതിയിലാണ്. അപ്പോൾ ഇത് അധികൃതരെ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഇതിന് വേണ്ട സത്വര നടപടി എടുത്തില്ലെങ്കിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടത്തിലേക്ക്, അല്ലെങ്കിൽ ജീവഹാനി നടക്കുന്ന രീതിയിലേക്ക് പോകും. എന്തായാലും വലിയൊരു അപകടമാണ് ഒഴിവായത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. അത്രയും വലിയ മതിലാണ് ഇടിഞ്ഞ് താഴേക്ക് പതിച്ചത്. കുട്ടികളൊക്കെ തന്നെ ആ ഭാഗങ്ങളിലൂടെ നടന്നു പോകുന്ന വഴിയാണെന്ന് അവിടുത്തുകാർ പറയുന്നുണ്ട്. അവിടെയാണ് ഈ വലിയ മതിൽ ഇടിഞ്ഞ് താഴേക്ക് പതിച്ചത്. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലൊക്കെ ശക്തമായ മഴയുള്ള സാഹചര്യം കൂടിയാണ്. ഇത്തരത്തിൽ മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ സ്കൂളിലെ സൗകര്യങ്ങളുടെയൊക്കെ കൃത്യമായ ഫിറ്റ്നസ് അത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊക്കെ നേരത്തെ പലതവണ പല രീതിയിൽ നാട്ടുകാർ ആവശ്യപ്പെട്ടതാണെന്ന് പറയുന്നു. പ്രദീപ് നാരായണൻ കാസർഗോഡ് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രദീപ്, വലിയ അപകടമാണ് ഒഴിവായത് എന്നുള്ളത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാക്കണം. പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇതിനു മുൻപും എന്തൊക്കെയോ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ള പ്രതികരണം കൂടിയാണല്ലോ അവിടെ നിന്ന് വരുന്നത്. അസിത പ്രജിൻ, തീർച്ചയായും അങ്ങനെ തന്നെയുള്ള പ്രതികരണമാണ് നാട്ടുകാരിൽ നിന്നും വരുന്നത്. നേരത്തെ തന്നെ ഒരു അപകട ഭീഷണി ഉള്ള ഒരു മേഖലയാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു റീറ്റെയിനിങ് വാൾ, ഒരു സംരക്ഷണ മതിൽ സ്കൂളിന് പിറകുവശത്തായി കെട്ടിയത്. ഒരു 50 മീറ്ററോളം നീളത്തിലുള്ള ഒരു മതിലാണിത്. പക്ഷേ പെട്ടെന്ന് ഇന്നാണ് ശരിക്കും കാസർഗോഡ് ജില്ലയിൽ ഇന്ന് മുതലാണ് കാർവർഷം തുടങ്ങിയതെന്ന് പറയാം. പക്ഷേ ആദ്യ മഴയിൽ തന്നെ അത്തരത്തിൽ ആ മതിൽ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ഉച്ചഭക്ഷണ സമയത്ത് ഇടവേള കഴിഞ്ഞ് കുട്ടികളെല്ലാം തിരിച്ചുപോയ സമയത്താണ് ഇത്തരത്തിലൊരു അപകടം നടന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു അപകടം ഒഴിവായത്. പക്ഷേ ആ ഒരു മേഖല, ആ ഒരു ദൃശ്യം കണ്ടാൽ തന്നെ മനസ്സിലായി എത്രത്തോളം വ്യാപ്തിയുള്ളതാണ് ആ അപകടം എന്നുള്ളത്. ഒരു 50 മീറ്ററോളം നീളത്തിലുള്ള മതിൽ അപ്പാടെ ഇടിഞ്ഞ് തകരുന്ന ഒരു കാഴ്ചയായിരുന്നു. അതിൻ്റെ കെട്ടുൾപ്പെടെ സിമെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഉപയോഗിച്ചില്ല എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ, സംശയങ്ങളൊക്കെ തന്നെ ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉയരുന്നുണ്ട്. എന്തായാലും വലിയ അപകടം ഒഴിവായി. സ്കൂളാണ്, കാരണം കുറച്ച് വൈകിയിരുന്നെങ്കിൽ ക്ലാസ് സമയം അവസാനിച്ച് കുട്ടികൾ പുറത്തിറങ്ങുന്ന സമയത്തായിരുന്നെങ്കിൽ പോലും വലിയ അപകടത്തിലേക്ക് അത് മാറുമായിരുന്നാലും അപകടങ്ങളൊന്നുമില്ലാതെ അപകടം വഴിമാറി പോയി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെയും ആ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. അസിത, പ്രജിൻ. പ്രദീപ്, ആ CCTV ദൃശ്യങ്ങൾ അതിന്റെ തുടക്കത്തിൽ ആ മതിൽ ഇടിഞ്ഞ് താഴേക്ക് പതിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ആ മൊത്തം ദൃശ്യം നമുക്ക് കാണാം. അതിൽ ആ മതിൽ നിലവിൽ തന്നെ, അതായത് നേരത്തെ തന്നെ അത് ചരിഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നേരത്തെ കണ്ട പ്രതികരണവും അത്തരത്തിലാണ്. അത് അപകട ഭീഷണി ഉള്ളതാണ് എന്ന് നാട്ടുകാരും PTO ഒക്കെ സ്കൂൾ അധികൃതരെ അറിയിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. ആ പ്രതികരണത്തിൽ നിന്ന് അത് വ്യക്തവുമാണ്. എന്നിട്ടൊന്നും ഇതിലേക്ക് വേണ്ട ശ്രദ്ധ സ്കൂൾ അധികൃതർ നൽകിയില്ല എന്നാണോ? അങ്ങനെ തന്നെയാണ് ആ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാവുന്നത്. കാരണം പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ആ മതിലിൻ്റെ ഒരു ആകൃതി ഏറെ പ്രശ്നമുള്ളതാണ്. കാരണം ഏത് സമയത്തും ഇടിയാവുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്ന് ആ ദൃശ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു. കാരണം പതുക്കെയാണ് ഓരോ കല്ലും ഇളകി വീഴുന്ന ഒരു സാഹചര്യം. പിന്നീട് പൊടുന്നനെ മതിൽ പൂർണ്ണമായും തകർന്ന് താഴെ എത്തുന്ന ഒരു സ്ഥിതിയായിരുന്നു. നേരത്തെ നമ്മോട് പ്രതികരിച്ച ആൾ പറയുന്നത് പ്രകാരം നാട്ടുകാരും PTM ഉൾപ്പെടെയുള്ള ആളുകൾ, സമിതികളൊക്കെ തന്നെയും ബന്ധപ്പെട്ട അധികൃതരെ ഇക്കാര്യം വിശദമായി അറിയിച്ചിരുന്നു. പക്ഷേ അതിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഒരു 3 വർഷം പഴക്കമുള്ള ഒരു മതിലാണെന്ന് പറയുമ്പോൾ എത്രമാത്രം ലാഘവത്തോടെ ആയിരിക്കും ആ മതിൽ നിർമ്മിച്ചിട്ടുണ്ടാകുക എന്നുള്ളതാണ് ഏറെ ശ്രദ്ധയോടെ കേൾക്കേണ്ടുന്ന ഒരു കാര്യം. കാരണം നമ്മൾ എല്ലാ സ്ഥലത്തും നിർമ്മിതികൾ നടത്താറുണ്ട്, പക്ഷേ അതിനൊരു ഗ്യാരണ്ടി കൊടുക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു മതിൽ കെട്ടുന്ന സമയത്ത് അതിനൊരു ഗ്യാരണ്ടി ഇല്ല. കാരണം സ്കൂളിൻ്റെ ചുറ്റുമതിലാണ്. സ്കൂൾ ഓപ്പണിംഗ് സമയത്ത് തന്നെയും ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ മരങ്ങൾ ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ ഉൾപ്പെടെ കൊത്തണമെന്ന് ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ചുറ്റുമതിലിൻ്റെ ഒരു ഗ്യാരണ്ടി എത്രമാത്രമുണ്ട് എന്ന ഒരു പരിശോധന എവിടെയും നടക്കുന്നില്ല എന്നതിൻ്റെ തെളിവ് കൂടിയായി ഈ ഒരു സംഭവത്തെ കാണാം. എന്തായാലും 3 വർഷം മാത്രം പഴക്കമുള്ള ഒരു മതിൽ ഇങ്ങനെ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം കൃത്യമായും പരിശോധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് എന്നാണ് നാട്ടുകാരും പറയുന്നത്. എന്തായാലും മറ്റൊരു വലിയ ദുരന്തത്തിലേക്ക് കലാശിക്കാതെ അപകടം വഴിമാറിയെന്ന ഇത് ആശ്വാസം തന്നെയാണ്. പ്രജിൻ. ശരി, പ്രദീപ് നാരായണനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രജിൻ, എന്തായാലും വലിയ വീഴ്ച അതിന്റെ നിർമ്മാണത്തിലടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.